ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഡ്രസ്സ് പോലും മാറിയില്ല. വന്ന് കയറിയപ്പോൾ ഞാൻ വന്ന വഴി വാങ്ങിച്ചൊരു സാധനം എന്നാൽ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മലയാളികളുടെ പ്രത്യേകത ആവശ്യത്തിനും ആവശ്യത്തിലധികവും വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനം യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണെങ്കിൽ നമ്മൾ വാങ്ങും. അങ്ങനെ വാങ്ങിച്ചൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ചൂട 2 കിലോ ചൂട 100 രൂപ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ അച്ചാറിടാം എന്നാൽ 2 കിലോ കൂടെ വാങ്ങിച്ചാലോ. പക്ഷെ ആവേശത്തിന് 200 രൂപയുടെ ചൂട ഞാൻ വാങ്ങിച്ചു. ഈ ഉരുളിൽ നിറച്ചുണ്ട്. പക്ഷെ ഇതെപ്പോൾ വെട്ടിത്തീരുന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇത് വെട്ടിക്കഴുകി നമുക്ക് അച്ചാർ വെക്കാം. കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനാവുമല്ലോ. ഏറ്റവും നല്ലതല്ലേ ഇത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇനി ഇത് വറക്കുമ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്. ഇത് വറക്കുമ്പോൾ നമ്മൾ വറുത്ത് ഈ ഗ്യാസ് നമ്മൾ അടുപ്പിലൂടെ വറക്കുമല്ലോ, ആ അടുപ്പിരിക്കുന്ന സാധനം മൊത്തം ഈ സാധനം പൊട്ടിത്തെറിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇത് സമയമെടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇത് ചെയ്ത് അച്ചാറിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറി മീൻ വെട്ടി വരാം. ഓക്കെ. അപ്പം ഞാൻ പോയി മീനൊക്കെ വെട്ടി ഇത് റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ മീനെ ഒന്ന് പുരട്ടി വെക്കാനായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനം കൂടെ ഇട്ട് ചീവിട്ട് അതിനകത്തോട്ട് വേണം ഇതിട്ട് ഇളക്കി വെക്കാൻ. എന്നിട്ട് ഇതിനകത്ത് നിന്ന് പിടിക്കണം. എന്നിട്ട് വേണം നമുക്കിതിനെ അച്ചാറിടാം. നമുക്കിതിനെ ഇതിനകത്തോട്ട് പുരട്ടാം. ഇത് കണ്ടോ, കണ്ടോ. ഇപ്പോൾ ഒരാൾ വരും, സ്കൂളിൽ പോയ ആള്. ഞാൻ ലീവാണെന്ന് പറഞ്ഞിട്ടില്ല. ലീവാണെന്ന് ഞാൻ പറഞ്ഞു പോയെങ്കിൽ രാവിലെ ഒഴിഞ്ഞാൽ മടിയാവും. അതുകൊണ്ട് ഞാൻ അവളോട് ലീവാണെന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ ഈ മീൻ നമുക്കൊന്ന് പുരട്ടി വെക്കാം. എന്നിട്ട് വേണം മുറ്റമൊക്കെ അടിക്കാൻ പോയി. ഇനി ഈ മീനിൻ്റെ പുറകെ പോയത് കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. എല്ലാ പരിപാടികളും കിടക്കുക. ഇതെല്ലാം നമുക്കൊന്ന് ശരിക്ക് തരില്ല. ഇനി ഞാൻ ഈ വെള്ളം ഇല്ലാതാണേ ഇതിങ്ങനെ പരത്തുന്നേ. വെട്ടിയിട്ടേ നമ്മുടെ കിഴുത്തുള്ള പാത്രമില്ലേ അതിനകത്ത് കോരി വാരി വെച്ചു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വാർന്നു പോയി. എന്നിട്ട് അതിൽ നിന്നെടുക്കാം. അപ്പം ഇതിനകത്തിനി അപ്പം നമുക്ക് ആ ചൂട അച്ചാറിടാം. നല്ലെണ്ണയാണ് എടുക്കുന്നത്. എണ്ണയ്ക്കകത്ത് വറുത്തായതുകൊണ്ട് അതിന് എണ്ണയുടെ ആവശ്യമില്ല. പിന്നെ എണ്ണ എടുത്തു. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഈ കടുകിട്ട് പൊട്ടുവേ. ഇതിനകത്ത് ഇടാനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിനകത്ത് പിന്നെ നമ്മൾ കുരുമുളക്, മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇത്രയും സാധനം അരച്ച് പുരട്ടിയിട്ടാണ് ഇത് വറുത്തെടുത്തത്. ഇത് വറുത്തുക. ഇതായിരുന്നു ഇത്രയും നേരത്തെ പണി. നമുക്ക് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ ദിവസം ഫുള്ള് പോയി ഈ ഒരു ചൂട മേടിച്ചത് കാരണം. ഇനി നമുക്ക് പൊട്ടുന്നില്ലല്ലോ. എല്ലാം പൊട്ടി. ഇതെന്റെ ക്രിസ്മസ് കൊണ്ട് ഗിഫ്റ്റ് ആയിരുന്ന പാത്രമാണ് ഈ ഉരുളി. നല്ല കട്ടിയുള്ളതുകൊണ്ട് കരിയത്തില്ല.
നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒന്നിട്ട് കൊടുക്കാം. അതിന് മുളക് ഇത്രയിട്ട മുളകൊന്നും കരി നീളത്തിലരിഞ്ഞിട്ട് ഇഞ്ചിയാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇതൊന്ന് വെള്ളം വെക്കുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് അല്ല പച്ചമുളക് പെട്ടെന്ന് കരിഞ്ഞ് ഇടാൻ പറ്റും. ഇത്ര എണ്ണയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ഫുള്ള് എണ്ണയ്ക്ക് അത് വറുത്തിട്ടായതുകൊണ്ട് ഇത്തിരി എണ്ണയുടെ ആവശ്യമില്ല. നോക്കട്ടെ. ചൂടൻ ഇങ്ങനെയാണോ അച്ചാറിടുന്നത് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നേരത്തെ ഈ അച്ചാറും കറികളൊന്നും ശരിക്കും വെക്കാറില്ല. എല്ലാം അമ്മ പറഞ്ഞു തന്നാണ് വെച്ച്. അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ വന്ന സമയത്ത് അമ്മ പറഞ്ഞു അച്ചാർ ഇങ്ങനെയൊക്കെ വെക്കണം, എന്തൊക്കെയാ ചേർക്കേണ്ടതെന്നൊക്കെയാണ് അമ്മ പറഞ്ഞു തന്നെ. പണ്ടൊക്കെ നമ്മൾ ആരും വെച്ച് കഴിക്കുന്നില്ല, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഇനി ഇത് മൂത്ത് പകുതിയായതുകൊണ്ട് ഇതിന്റെ ഈ പച്ച മണമൊന്നും മാറണം, അല്ലെങ്കിൽ ഇത് ചീത്തയായിരുന്നു. ഇത് മൂക്കാൻ കുറച്ച് സമയം എടുക്കും. വെളുത്തുള്ളി ഇഞ്ചിനുണ്ടോ ഇഷ്ടപോലെ നല്ല ഇഞ്ചിനുണ്ടോ തീ കൂട്ടി വെച്ചാൽ കഴിഞ്ഞു. മീൻ രാവിലെ മേടിക്കുന്നോ എല്ലാം പെരട്ടി ഫ്രിഡ്ജിനകത്ത് അടച്ച് വെച്ചിരുന്നു. പച്ചാറിന് സമയം മാത്രമേ വരുന്നുണ്ട്. കളർ മാറി മാറി ഇരുന്നാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മുളകും കൂടെ ചേർക്കാം. ലാസ്റ്റാണ് കറിവേപ്പില കഴിഞ്ഞ്, ഇല്ലെങ്കിൽ കറിവേപ്പില കഴിഞ്ഞു. നിങ്ങളൊക്കെ ഞാൻ വെക്കുന്ന പോലെയാണോ വെക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇനി ഇത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിൽ ചേർക്കണം. എന്നിട്ട് വിനാഗിരി, ഇതിന് വിനാഗിരി ആവശ്യം ഒരു ചെറിയ പുളി, അല്ല ഒരുപാടല്ല, ചെറിയ പുളിക്ക്. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ മുളകും കുരുമുളകും എല്ലാം ചേർത്ത് മഞ്ഞളും ഒക്കെ ചേർത്തായതുകൊണ്ട് അതിനെരിയും ഉപ്പും എല്ലാം ഉണ്ട് ആവശ്യത്തിനുള്ള. ഈ പൊടിയും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ മുളകും കൂടി ചേർക്കാറ്. ഇത് കുറച്ച് വെക്കാൻ കരിഞ്ഞു നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഇതിൻ്റെ കമ്പിടണ്ട. കറിവേപ്പില എണ്ണയ്ക്ക് പച്ചപ്പ് പോകുന്നുണ്ട്. പൊട്ടുമ്പോൾ
എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അച്ചാർ പൊടിയാണെന്ന് ഞാനിവിടെ എല്ലാം മേടിക്കുന്നത് ഈ പത്രയുടെ പൊടിയാണ്. ചൂടായപ്പോഴത്തേന് ഇതിലോട്ട് ഇത്തിരി മൂക്കാതെ ഇതിലോട്ട് നമുക്ക് വിനാഗിരി വയ്ക്കും. ഇതിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര പുളി വയ്ക്കും. ഇതൊക്കെ ഇങ്ങനെ കുറുകും. ഇങ്ങനെ കുറുകുമ്പോഴത്തേക്കും വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറുകും. നമ്മുടെ മീൻ വറുത്ത് വെച്ച് ഇത് ഇതിലോട്ടിടാം. ഇതിന് നമ്മൾ ഈ സാധാരണ അച്ചാറിന്റെ കൂട്ട് ഒരുപാട് എണ്ണ ഇത് എന്താ ചാറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇതിനകത്ത് അതിൻ്റെ അരപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കും. തിരി നിർത്തി തന്നെ അല്ലെങ്കിൽ വീണ്ടും കയറിയും കുറുകും. ഇളക്കിയിട്ട് കണ്ടോ, വേറെ ഉപ്പൊന്നും വേറെ ചേർത്തിട്ടില്ല. എക്സ്ട്രാ ഉപ്പൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ആ മീൻ വറക്കുമ്പോൾ ചേർക്കുന്ന ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഇതിട്ട് ഇതിൻ്റെ എണ്ണ ഇറങ്ങുമ്പോൾ അച്ചാർ ഓക്കെയാണ്. ആവശ്യത്തിന് ഉപ്പും പൊടി അരി എല്ലാം ഉണ്ട്. ഇനി കണ്ടോ, നല്ല കളർഫുള്ളല്ലേ. അച്ചാർ കൂടി ഇടും. അപ്പോൾ അതേ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം. അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മളിത് വറുത്തല്ലേ എണ്ണയ്ക്കകത്ത്, അതിൻ്റെ എണ്ണ എല്ലാം ഇറങ്ങി കഴിയുമ്പോൾ ചാറ് വരും. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ പൊങ്ങിപ്പോകും. നേരത്തെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഒഴിക്കുന്നത്. പക്ഷെ ഇപ്പോഴായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെക്കും. അല്ലെങ്കിൽ ചാറായിട്ട് വെറുതെ കൂട്ടത്തിൽ ഇതാകുമ്പോൾ എല്ലാവരും കൂട്ടിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതേ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം. അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മളിത് വറുത്തല്ലേ എണ്ണയ്ക്കകത്ത്, അതിൻ്റെ എണ്ണ എല്ലാം ഇറങ്ങി കഴിയുമ്പോൾ
കറക്റ്റ് ചാറ് വരും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ എണ്ണ പൊങ്ങിപ്പോകും. നേരത്തെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു വെക്കുന്നത്. പക്ഷെ ഇപ്പോഴായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെക്കും. അല്ലെങ്കിൽ ചാറായിട്ട് വെറുതെ കൂട്ടത്തില്ല. ഇതാകുമ്പോൾ എല്ലാവരും കൂട്ടിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം.